ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡ് 243 kg weight in 3 parts such that, അപ്പോൾ 243 എന്ന് പറയുന്ന വെയിറ്റ് 3 ഭാഗമാക്കി തീർക്കാനാണ്. such that half of first part, that means a/2, such that half of the first part and 1/3 of the second part, that means b/3 ആണ്. okay, and 1/4 of the third part are equal, c/4 are equal. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം, എ ബി സി റേഷ്യോ അങ്ങനെ വരുന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ a:b റേഷ്യോ ആണ്. നമുക്കറിയാം a/2 is equal to b/3 ആണ്. അങ്ങനെയാണെങ്കിൽ a/b is equal to 2/3 വരും. a:b 2:3 വരും. നെക്സ്റ്റ് നോക്കാം, b/3 is equal to c/4 ആണ്. അങ്ങനെയാണെങ്കിൽ b/c is equal to 3/4 വരും. അപ്പോ b/c is equal to 3:4. അങ്ങനെയാണെങ്കിൽ a:b:3 2:3:4 വരും. അപ്പൊ നമുക്ക് കാണാനുള്ളത് ജസ്റ്റ് ടോട്ടൽ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 243 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 4 + 3 + 2 9 ആണ്. അങ്ങനെയാണെങ്കിൽ 243 ഡിവൈഡഡ് ബൈ 9 is equal to ഓൾമോസ്റ്റ് എത്ര വരുന്നത്, 27 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 × 27 54 വരും. അതുപോലെ തന്നെ 3 × 27 60, 67, 74, 81 വരും. അതുപോലെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് 108 വരും. 54, 81, 108 ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് നമുക്ക് റേഷ്യോ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 3, 0, 0, 6 ആൻഡ് -5, 0. അപ്പൊ ഞാനിത് കോർഡിനേറ്റ്സ് ജസ്റ്റ് വരക്കാണ്, നമ്മളെ നമ്പർ ലൈൻ ജസ്റ്റ് വരക്കാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് എവിടേക്കാണ് വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കോ. ഫസ്റ്റത്തെ 3, 0 ആണ്. 1, 2, 3. അപ്പോൾ എക്സ് ആക്സിസ് ഓക്കെ 3, 0. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് കറക്റ്റ് ആക്കി വരിക 3, 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് 0, 6. അപ്പൊ എക്സ് ആക്സിസ് ഇവിടെ തന്നെയാണ് വരിക 0, 6, 1, 2, 3, 4, 5, ഓൾമോസ്റ്റ് 6. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇവിടെയാണ് വരിക 0, 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് -5, 0 എന്നാണ്. 1, 2, 3, 4, 5. ഓക്കെ, -5, 0. ഓക്കെ, ഇതാണ് തേർഡ് പോയിന്റ് വരിക. അപ്പൊ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ജസ്റ്റ് നോക്കാം, ഹാഫ് ഇൻറ്റു -5 മുതൽ 3 വരെയാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. -5 മുതൽ 0 വരെ 5 യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. 0 മുതൽ 3 വരെ 3 യൂണിറ്റ്സ്. 5 + 3 ഓൾമോസ്റ്റ് 8 യൂണിറ്റ് ഉണ്ടാവും. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾമോസ്റ്റ് 6 യൂണിറ്റ് ആണുള്ളത്, ഇൻറ്റു 6. അപ്പൊ ഇവിടെ 2ഉം അതുപോലെ തന്നെ 8ഉം കട്ട് ചെയ്തു 4 വന്നു. 4 × 6 is equal to 24 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻ വിച്ച് എ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി ഹാസ് ഏരിയ 154 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്ടറിന്റെ ഏരിയ തന്നിട്ടുണ്ട്, നമ്മളോട് റേഡിയസ് കാണാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നമുക്കറിയാം, πr² × 45 ഡിവൈഡഡ് ബൈ 360 ആണ്. ഓക്കെ, സെക്ടറിന്റെ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് 154 ആണ്. അപ്പൊ 22/7 × r² × 45 ഡിവൈഡഡ് ബൈ 360 എത്രയാണ്, 1/8 ആണ്. ഓക്കെ, 1/8 is equal to 154. അങ്ങനെയാണെങ്കിൽ 22നെയും അതുപോലെ തന്നെ 154നെയും ഞാൻ കട്ട് ചെയ്യാണ്. ഓൾമോസ്റ്റ് എത്ര വരും, 7 വരും. അങ്ങനെയാണെങ്കിൽ r² is equal to 7 × 7 × 8 വന്നു. r is equal to √7 × 7 × 8 ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്, 2 × 2 × 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 × 7 ഒരു 7നെ പുറത്തേക്ക് എടുക്കാം. 7 സ്ക്വയറിൽ നിന്ന് ഒരു 7നെ പുറത്തേക്ക് എടുത്തു. 2 സ്ക്വയറിൽ നിന്ന് ഒരു 2നെ പുറത്തേക്ക് എടുത്തു. എന്നാലും ബാക്കി ഒരു 2 അവിടെ ഉണ്ട്. 7 × 2 14 ആണ്. 14√2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 ക്യൂബ്സ് ഓഫ് വോളിയം 343 സെന്റിമീറ്റർ ക്യൂബ്. 3 ക്യൂബ്സ് ഓഫ് ഈച്ച് വോളിയം, ഓരോന്നിനും വോളിയം എന്ന് പറയുന്നത് 343 സെന്റിമീറ്റർ ക്യൂബ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എന്ന് പറയുന്നത് അല്ലെ, a³ is equal to 343 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആയിരിക്കും. 7ന്റെ ക്യൂബ് ആണ് 343 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി സർഫസ്
3 cubes of each volume 343 are placed side by side. അപ്പൊ ജസ്റ്റ് ഒരു ക്യൂബ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഇപ്പൊ ഒരു സോളിഡ് ഫോം ആയാലും ഒരു ക്യൂബോയിഡ് ഫോം ആയി നമുക്ക് പറയാം. അതിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഓക്കെ ഇതാണല്ലോ ഉണ്ടാവുക. അപ്പോ നമുക്ക് അറിയാം ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു ലെങ്ത് 7 ആണ്. അപ്പൊ 777 ഓക്കെ ഇവിടെയും 777. അപ്പോ ഇവിടെ 21 ആണ്. ഓക്കെ 21 ഇൻറ്റു ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഇങ്ങനത്തെ എത്ര ഫേസ് ഉണ്ടാവും? ഇങ്ങനത്തെ ഇത്രയും നീളമുള്ള എത്ര ഫേസസ് ഉണ്ടാവും? 4 ഫേസസ് ആണ് ഉണ്ടാവുക. അപ്പോ 4 ഇൻറ്റു 21 ഇൻറ്റു 7 പ്ലസ് ഇനി ടോട്ടൽ 6 ഫേസ് ആണ് ഉണ്ടാവുക അല്ലെ? ഏത് ക്യൂബോയിഡ് ആയാലും ക്യൂബ് ആണെങ്കിലും 6 ഫേസസ് ഉണ്ടാവുക. 4 ഫേസ് ഓൾറെഡി ആയി. ബാക്കിയുള്ള 2 ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും അത് 2 സ്ക്വയേഴ്സ് ആയിരിക്കും. സൈഡ് 7 ആയിട്ടുള്ള 2 സ്ക്വയേഴ്സ് ആയിരിക്കും. അപ്പോ 49 ഇൻറ്റു 2 49 ഇൻറ്റു 2 അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 21 എന്ന് പറയുന്നത് 84 ആണ്. 84 ഇൻറ്റു 7 പ്ലസ് 49 ഇൻറ്റു 2 അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നോക്കാം 2 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ബാക്കി 8 ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരും അല്ലെ? ഇവിടെ 9 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ്. അപ്പൊ 8 പ്ലസ് 8 16. അതായത് ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് നമ്മൾ ഇത് ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ്. 686 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇക്വൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. കാരണം വേറെ ടേംസ് ഒന്നും അവിടെ ഇല്ല. നമുക്ക് 6 ലാസ്റ്റ് വരുന്നത് 686 മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ആൻസർ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. സിംപ്ലിഫൈ റൂട്ട് ഓഫ് 81 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 64 ഡിവൈഡഡ് ബൈ ഹോൾ റൂട്ട് ഓഫ് 3 ക്യൂബ് പ്ലസ് 4 സ്ക്വയർ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 216. അപ്പോ റൂട്ട് ഓഫ് 81 എത്രയാണ്? 9 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. പ്ലസ് 4 സ്ക്വയർ 16 ആണ്. പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 216 6 ആണ്. ഓക്കെ 9 പ്ലസ് 4 13 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 20 30 37 43 49 ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ക്രോസസ് എ 700 മീറ്റർ ലോങ് ബ്രിഡ്ജ് ഇൻ 3.5 മിനിറ്റ്. ഓക്കെ 3.5 മിനിറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് ഓഫ് ദി പേഴ്സൺ ഇൻ കിലോമീറ്റർ പെർ ഹവർ. ഞാൻ ജസ്റ്റ് എടുക്കാണ് 700 ഡിവൈഡഡ് ബൈ ഈ ഒരു ടൈമിനെ 3.5 മിനിറ്റ് ഞാൻ സെക്കൻഡിലേക്ക് ആക്കാണ് ഫസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? 3.5 ഇൻറ്റു 60 ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 35 ഇൻറ്റു 6 ചെയ്യാം. 35 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 70 ആണ്. അങ്ങനെയാണെങ്കിൽ 70 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 2110 ആണ്. അപ്പൊ 2110. ഓക്കെ ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 വന്നു, ഇവിടെ 3 വന്നു. 10/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ എനിക്ക് എന്തിൽ കാണണം? എനിക്ക് അതിനെ കിലോമീറ്റർ പെർ ഹവറിലാക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലാക്കാൻ വേണ്ടിയിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 കട്ട് ചെയ്തു, ഇവിടെ 10 കട്ട് ചെയ്തു 2 വന്നു. അതുപോലെ തന്നെ 3 കട്ട് ചെയ്തു, 18 കട്ട് ചെയ്തു 6 വന്നു. 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഓഫ് ദി നമ്പേഴ്സ് 5 3 9 11 29 ആൻഡ് p + 1 ഈസ് 12. ഓക്കെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പിയുടെ വാല്യൂ നമുക്ക് അവിടെ തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ 5 + 3 അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് പോവാം. 5 + 3 8 ആണ്. ഓക്കെ 8 + 9 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 17 ആണ്. 17 + 11 28 28 + 28 56 ആണ്. 57 58 + p ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 5 6. ഓക്കെ 6 is equal to 12. അപ്പോൾ 58 + p is equal to 72. p is equal to 14 വന്നു. ഓക്കെ പിയുടെ വാല്യൂ 14 വന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് ദി ആവറേജ് ഇൻക്രീസസ് ബൈ 2. അതായത് 12 ഉള്ള ആവറേജ് 14 ആയിട്ട് മാറാണ്. വെൻ ദ നമ്പേഴ്സ് q - 5 ആൻഡ് q + 11 ആർ ആൾസോ ഇൻക്ലൂഡഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 72ലേക്ക് -5 + 11 ദാറ്റ് മീൻസ് എത്ര വരിക? -5 + 11 എന്ന് പറയുമ്പോൾ 6 ആണല്ലേ വരിക. 6 ആഡ് ചെയ്യുക പ്ലസ് 2q ഡിവൈഡഡ് ബൈ. ഓക്കെ ആദ്യം തന്നെ എത്ര ടേം ഉണ്ടായിരുന്നു? ആദ്യം ഇവിടെ 6 ടേം ആണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് 2 ടേം കൂടി ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് 8 ഈസ് ഈക്വൽ ടു. ഇപ്പൊ പുതിയ ആവറേജ് എത്ര വരുന്നത്? ഇൻക്രീസസ് ബൈ 2 എന്നാണ്. ആദ്യത്തെ ആവറേജ് 12 ആണ്. അതിലേക്ക് 2 ആഡ് ചെയ്യാൻ അതിലേക്ക് 2 ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ ആവറേജ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ 72 + 6 എന്ന് പറയുന്നത് 78 ആണ്. പ്ലസ് 2q ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 8. ഓക്കെ ഞാൻ എന്ത് ചെയ്യാണ്? എല്ലാ ഇക്വേഷനും ഞാൻ ജസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 39 + q is equal to 14. ഞാൻ 14 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 7 × 8 7 × 8 56 ആണ്. അങ്ങനെയാണെങ്കിൽ q is equal to 56 - 39 is equal to 17 വരും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ 3 17 ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതി ത്രോസ് എ ഡൈസ് ട്വൈസ്. അപ്പൊ എന്ത് ചെയ്യാണ്?
സ്വാതി ഒരു ഡൈസ് 2 വട്ടം എന്ത് ചെയ്യാണ് ജസ്റ്റ് ത്രോ ചെയ്യാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ത്രോസ് അറ്റ്ലീസ്റ്റ് 1 6? ഒരു 6 എങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമുക്ക് സാമ്പിൾ സ്പേസ് അറിയാം. 2 വട്ടം ത്രോ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ 36 പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഒരു വട്ടെങ്കിലും 6 വരാനുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഒന്നിക്കെ 6-1 ആവാം, അല്ലെങ്കിൽ 6-2 ആവാം, അല്ലെങ്കിൽ 6-3 വരാം, 6-4 വരാം, അതുപോലെ തന്നെ 6-5 വരാം. ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വരാം, അതായത് 1-6, അതുപോലെ തന്നെ 2-6, അങ്ങനെ ഓപ്പോസിറ്റ് വരാം. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 2 3 4 5. അതിന്റെ ഇരട്ടി കൂടി കൂട്ടുമ്പോൾ 10 എണ്ണമായി. 10 പ്ലസ് 6 കൂടി വരാം. അത് 2 വട്ടം 6 നമ്മൾ കൂട്ടാൻ വേണ്ടി പാടില്ല, ഒരു വട്ടം മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ 10 + 1 ഓൾമോസ്റ്റ് 11/36 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുമിത് സോൾഡ് എ ടെലിവിഷൻ അറ്റ് 15,500 and suffered a loss of 20%. അപ്പോ നമുക്ക് പറയാൻ പറ്റും 4/5 ഓഫ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 15,500. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് പ്രൈസ് ഡിഡ് ഹി ബൈ ദ ടെലിവിഷൻ? അവിടുത്തെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ഓൾറെഡി ആയിട്ടുണ്ട്, ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 15500 ഡിവൈഡഡ് ബൈ 4 എത്രയാ വരുന്നത് നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് 3 വന്നു, 12 ബാക്കി 3 വന്നു അല്ലെ. അപ്പോൾ 35 ഓൾമോസ്റ്റ് എത്ര 4 ഉണ്ട്? 8 ആണ്. 8 × 4 എന്ന് പറയുന്നത് 8 × 4 ഓൾമോസ്റ്റ് എത്ര വരുന്നത്? 32 ആണ്. ബാക്കി 3 വന്നു. ഓക്കെ, 300 എത്ര 4 ഉണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ നോക്കാം. ഓക്കെ, 300 ഓൾമോസ്റ്റ് നമുക്കറിയാം 100 ഓൾമോസ്റ്റ് എത്ര 4 ആണ്? 25 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 75 വരും. അങ്ങനെയാണെങ്കിൽ 3875 × 5 എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 3875 × 5 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 25 അവിടെ തന്നെ നമുക്ക് ആൻസർ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ 5 × 5 25, യൂണിറ്റ് ഡിജിറ്റ് 5 ഉള്ള ഒരു ആൻസർ ഇത് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി 19,375 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ ഐഡിയപരമായിട്ട് കളിക്കാം. നമ്മൾ കുറെ കാൽക്കുലേഷൻ ചെയ്ത് അങ്ങനൊന്നും നമ്മൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓൾമോസ്റ്റ് ആ ആൻസറേ വരാൻ പോസിബിലിറ്റി ഉള്ളൂ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് അത് കുത്തിക്കോളാം. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് സ്പീഡ് വൈസ് എക്സാമിനാകുമ്പോൾ. അക്യുറസി ബേസ്ഡ് എക്സാമിനാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയേക്കാം. ബട്ട് ഇങ്ങനെയുള്ള എക്സാംസിന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ സമയം കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്സ് നമുക്ക് ഒരുപാട് സമയം ചിലപ്പോൾ ലാഭിച്ചേക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് an equilateral triangle having perimeter 18 meter. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 18 മീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഓരോ സൈഡ് എത്രയായിരിക്കും? 6 6 6. ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. ഈ ഒരു സൈഡ് 3 ആയിരിക്കും, ഈ ഒരു സൈഡ് 3 ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നോക്കാം, ഇവിടെ ഈ ഒരു സൈഡ് 60 ആയിരിക്കും ആംഗിൾ, ഇവിടെ 30 ആയിരിക്കും, ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. 30ന്റെ ഓപ്പോസിറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6ന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം 3√3 ആയിരിക്കും അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.